ഹായ്, നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഭാവി പ്രധാനമന്ത്രിയുടെ വായടപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നല്ലോ. ഞാനും കണ്ട ആ ഒരു ക്വസ്റ്റ്യൻ. ശരിക്കും സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വെറും ഒരു KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളൊന്നുമല്ല. അയാൾ ഭാവി പ്രധാനമന്ത്രി ആവാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭാവി പ്രധാനമന്ത്രി ആവാൻ പോകുന്ന വ്യക്തിക്ക് ഒരു പരിപാടിക്ക് കൊണ്ടുവന്നിട്ട് അയാളോട് സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആ വേദിയിൽ നിന്നും ചോദിക്കേണ്ട ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പെട്ടുപോകും. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവും എന്താണ് പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കേരളം ഒരു ഇത്രയും ഡെവലപ്മെന്റ് എല്ലാം കേരളത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് ബംഗാൾ മാത്രം ഇങ്ങനെ മൂഞ്ചി തെറ്റി പോകുന്നു എന്നാണ് ഭാവി പ്രധാനമന്ത്രി ആകാൻ പോകുന്ന വ്യക്തിയോട് ആ ഹിന്ദിക്കാരൻ ചോദിച്ചാലേ, ആ ബംഗാളി ചോദിച്ചത്. ബംഗാളി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ തൊഴിലാളി ചോദിച്ചത്. എന്തായാലും സ്ക്രിപ്റ്റിലില്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ഒരു സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ കാരണം രാഹുൽ ഗാന്ധി അവിടെ മൂഞ്ചിത്തുപ്പാതെ പോയി. അപ്പം അതുകൊണ്ട് ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകണമെന്നുള്ള എല്ലാ സ്ക്രിപ്റ്റ് എല്ലാം PR എല്ലാം എഴുതി കൊടുക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ശരിക്കും ഇയാളെ കൊണ്ടുവന്നിട്ട്, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് ഇന്നൊന്ന് നാണം കെടുത്തി വിടാം എന്നെങ്ങാനും ഉദ്ദേശം ഒരു ആർക്കെങ്കിലും ഉണ്ടാവുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പുള്ളിക്കാരന് ഈ അതിഥി തൊഴിലാളിക്ക് മയക്ക് കിട്ടിയ ചോദിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാരവിടെ കൂടെ നിന്നിട്ട് ആരെങ്കിലും ഒരു ചോദിച്ചു. അല്ലെങ്കിൽ എനിക്ക് തോന്നേ ഈ ഹിന്ദി അറിയാന്നുള്ള ഇവന്മാരെ കൂട്ടത്തിൽ ഹിന്ദി അറിയാന്നുള്ള ആരും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി അറിയാന്നുള്ള ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അതിഥി തൊഴിലാളിനെ കാശ് കൊടുത്ത് കൊണ്ടുവന്നതായിരിക്കും. ഇവന് കൊടുത്ത ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഇവന്മാരെ വലിയ കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇവന് കൊടുത്ത ക്വസ്റ്റ്യൻ മാറിപ്പോയതായിരിക്കും. ക്വസ്റ്റ്യൻ മാറിയിട്ട് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായ എന്തോ ഒരു പിഴവ് കൊണ്ടായിരിക്കും ഈ ചോദിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇവനൊരു ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അപ്പം ക്വസ്റ്റ്യൻ മാറിപ്പോയത് കൊണ്ടുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ പറ്റി എല്ലാവരും പറയുന്നതെന്ന് പറയുന്നത് ഭൂമിയിലുള്ള ആകാശത്തിന് കീഴിലുള്ള എന്ത് വിഷയങ്ങളെ പറ്റി ചോദിച്ചാലും ചറ പറ മലയാളത്തിൽ മറുപടി പറയുന്ന പുള്ളി എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് 10-15 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് ഈ ഒരു വികസനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അളിയ അങ്ങ് പെട്ടെന്നങ്ങ് മൂഞ്ചിപ്പോയി. പെട്ടെന്നങ്ങ് മൂഞ്ചിപ്പോയി. പക്ഷേ ഇതിനേക്കാൾ വലിയ കോമഡി എന്ന് പറയുന്നത് 10-15 വർഷമായിട്ട് ഇവർ ഭരിച്ചുകൊണ്ട് നിന്നിട്ട് ഇവന്മാർ ഫേസ്ബുക്കിൽ കിടന്ന് പറയുന്നത് 35 കൊല്ലം CPM ഭരിച്ചില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന്. എന്താ ചെയ്യല്ലേ? ഇപ്പോൾ 10-15 വർഷമായിട്ട് ഇവന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തൊക്കെയാണ്, എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു. ശരിക്കും ഇതാണ് പറയുന്നത്, നല്ലൊരു PR ടീമിന് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് നിലനിൽപ്പില്ല. ഏത് പാർട്ടി ആയാലും PRൻ്റെ ഒരു പച്ചയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് BJP ആയാലും നല്ല ഈത്തപ്പടം കേട്ടോ. BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും PRൻ്റെ വർക്കിൻ്റെ പുറത്താണ് പൊയ്ക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നല്ലൊരു PR കമ്പനിയൊക്കെ തന്നെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിക്ക് കുറച്ച് കോച്ചിങ് കൊടുക്കുക. അയാളെ കൊണ്ട് നിങ്ങളുടെ കഴിവൊന്നുമില്ല എങ്കിലും കുറച്ച് കോച്ചിങ് കൊടുക്കുക. കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തന്മയത്വത്തോടു കൂടി എങ്ങനെ നേരിടണം എന്ന് ഉള്ള ഒരു കോച്ചിങ് എല്ലാം കൊടുത്ത് കൊണ്ടുവരിക. അല്ലാതെ ഈ പുള്ളിക്കാരനെ കൊണ്ട് പ്രധാനമന്ത്രിയായിട്ടൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ അവസ്ഥ ശരി.